പാദജയം. നമുക്ക് ക്ലാസ് തുടങ്ങാം. മാണ്ഡ്യോപനിഷത്താണ് നമ്മൾ മനനം ചെയ്യുന്നത്. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓങ്കാരപ്പൊരുളായ ജ്ഞാനപ്പൊരുളായ ചൈതന്യ സ്വരൂപമായ ആ ഭഗവാന്റെ പാതാരവൃന്ദങ്ങളിൽ പ്രണാമം. ആ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ആചാര്യന് പാദ നമസ്കാരം. ഇവിടെ കേൾക്കാനിരിക്കുന്ന നമ്മുടെ സുഹൃത്തികളായ നമ്മുടെ ഗുരുഭക്തരായ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ മാണ്ഡ്യോപനിഷത്താണ് മനനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം മാണ്ഡ്യോപനിഷത്ത് നമുക്കൊന്ന് സ്വരിച്ചതിന് ശേഷം, ആദ്യം അത് ഞാനൊന്ന് സ്വരിക്കാം. സ്വരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പഠിക്കാം. ഓ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസ തനുഭിർവ്യശേമ ദേവഹിതം യഥായോ. സ്വസ്തി ന ഇന്ദ്രോ വൃത്തശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യദിതി സർവമോങ്കാരമേവ. യച്ഛാന്യത്രികാലാതീതം തദഭ്യോങ്കാരമേവ. സർവം ഹേതദ്ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സോ അയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖഃ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞ സപ്താംഗ ഏകോനവിംശതിമുഖഃ പ്രവിവിക്തഭുക് തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്തം. സുഷുപ്തസ്ഥാന ഏകീഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖഃ പ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷോ അന്തര്യാമി ഏഷ യോനി സർവസ്യ പ്രഭവാപ്യയൗ ഹി ഭൂതാനാം. നാന്തഃ പ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണമചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം. സോ ചതുർത്ഥം മന്യന്തേ സ ആത്മാ സ വിജ്ഞേയ. സോ അയമാത്മാ അധ്യക്ഷരമോങ്കാരോ അധിമാത്ര പാദാമാത്ര മാത്രാച്ഛ പാദ അകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാദിമത്വാത്വ ആപ്നോതി ഹാ വൈ സർവാൻ കാമാൻ ആദിച്ച ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാനോ തൈജസ ഉകാരോ ദ്വിതീയമാത്രോത്കർഷാദുഭയത്വാദ്വ ഉത്കർഷദീഹ വൈ ജ്ഞാനസന്തതി സമാനച്ച ഭവതി നാസ്യ ബ്രഹ്മവിത്കുലേ ഭവതി യ ഏവം വേദ. സുഷുപ്തസ്ഥാന പ്രാജ്ഞോ മകാര തൃതീയമാത്രാമിതേരപിതേർവ
വിനോദിഹാ വാ ഇദം സർവമപീദിച്ച ഭവതി യ ഏവം വേദ. അമാത്രചതുർത്ഥോമവ്യവഹാര്യ പ്രപഞ്ചോപശമം ശിവം അദ്വൈത ഏവം ഓങ്കാരമാത്മൈവ സംവിശത്യാത്മനാത്മാനം യ ഏവം വേദ യ ഏവം വേദ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പം ഉപനിഷത്ത് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആമുഖത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമുഖം എന്ന് പറഞ്ഞപ്പോൾ വേദത്തെ കുറിച്ചായിരുന്നു. വേദത്തിൽ വരുന്നതാണ് ഉപനിഷത്ത്. വേദത്തിന്റെ അവസാന ഭാഗത്തിൽ വരുന്നതാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. നമ്മൾ വേദത്തിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം പഠിച്ചു. 4 വേദങ്ങളെ പറ്റി പഠിച്ചു. ഈ വേദത്തിന് തന്നെ എന്താണ്, ഓരോ വേദത്തിനും 4 ഭാഗങ്ങളുണ്ട് എന്നും പഠിച്ചു. 4 ഭാഗങ്ങൾ. ഒന്നാമത്തത് സംഹിതാഭാഗം, രണ്ടാമത്തത് ബ്രാഹ്മണം, മൂന്നാമത്തത് അരണ്യകം, നാലാമത്തത് ഉപനിഷത്ത്. അതും വിശദമായിട്ട് നോക്കിയിരുന്നു. സംഹിത എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി കാലഘട്ടത്തില് മന്ത്രസമൂഹങ്ങളെ പറ്റി പഠിക്കുന്നതാണ്. മന്ത്രങ്ങളൊക്കെ ചെയ്യാനും യാഗം, യജ്ഞം ഇവയൊക്കെ ചെയ്യുന്നതിനുള്ളതാണ് എന്താണ് സംഹിതാഭാഗം. ആ ഭാഗത്തെയാണ് അതിൽ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് ഈ പഠിച്ച മന്ത്രങ്ങളുടെ എല്ലാം അനുഷ്ഠാനം, അതെങ്ങനെയാണോ അത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് അരണ്യകം, നാലാമത്തത് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും അന്തിമ ഭാഗം എന്ന് പറഞ്ഞ്, അന്തിമ ഭാഗം, വേദത്തിന്റെ അന്തിമ ഭാഗമാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞത്. അന്തിമ ഭാഗം എന്ന് പറയുമ്പോൾ അതില് വേദാന്തം, അത് അറിവ് തന്നെയാണ്, അത് ജ്ഞാനം തന്നെയാണ്. അപ്പം അറിവുകളെല്ലാം ഇരിക്കുന്ന ഭാഗമാണ് ഏറ്റവും അവസാനത്തെ ഭാഗം ഉപനിഷത്ത് അഥവാ ജ്ഞാനം എന്ന് പറയുന്നത്, അറിവ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് നോക്കിയാല് നമ്മൾ പഠിച്ചതാണ്. വേദത്തിനെ മൂന്നായിട്ട് തിരിച്ച് കാണ്ഡത്രയങ്ങളായിട്ടും തിരിക്കാൻ പറ്റും വേദത്തിനെ, കാണ്ഡത്രയങ്ങള്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് കർമ്മകാന്ഡം, രണ്ടാമത്തത് ഉപാസനാകാന്ഡം, മൂന്നാമത്തത് ജ്ഞാനകാന്ഡം. അപ്പൊ കാണ്ഡത്രയങ്ങളായിട്ടും ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ കർമ്മകാന്ഡം എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. അതെന്താണ്, നമ്മൾ ദേവന്മാരെ ആരാധിക്കുന്ന ഭാഗത്തെയാണ് കർമ്മകാന്ഡം എന്ന് പറഞ്ഞത്. അപ്പം ദേവി ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നത്, ആരാധന നടത്തുന്നത്, അതാണ് ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് കർമ്മകാന്ഡം. അപ്പം നമ്മുടെ കർമ്മകാന്ഡം എന്ന് പറയുന്നത് ഈ 4 ഭാഗം എന്ന് പറഞ്ഞതിൽ ഏതിലായിരിക്കും വരുന്നത്? സംഹിതയിലാണോ, ബ്രാഹ്മണത്തിലാണോ, അരണ്യകത്തിലാണോ, അതോ ഉപനിഷത്തിലാണോ വരുന്നത്? നമ്മൾ ദേവന്മാരെ ആരാധിക്കുന്ന ആ കർമ്മം വരുന്നത് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഏത് ഭാഗത്താ വരുന്നത്. ബ്രാഹ്മണം എന്ന് വെച്ചാല് നമ്മൾ ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുന്ന കാലഘട്ടത്തില് ആ മന്ത്രങ്ങളെ അനുഷ്ഠിക്കുന്ന കാലഘട്ടം, അതാണ് കർമ്മകാന്ഡം. അപ്പം ആ ഏതിലാണ്, ബ്രാഹ്മണം ഭാഗത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, കർമ്മകാന്ഡം. ഇനി നമുക്ക് ജ്ഞാനകാന്ഡവും കൂടിയുണ്ട്. ഉപാസനാകാന്ഡമുണ്ട്, അതിനത്ര പ്രാധാന്യമില്ല, അത് സംഹിതാഭാഗത്ത് വരുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 കാണ്ഡത്തെ കുറിച്ച് നോക്കാം. ജ്ഞാനകാന്ഡം നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക്, അതുപോലെ ജ്ഞാനകാന്ഡം അത് ഉപനിഷത്താണ്, അറിവാണ്, അത് അറിവിന്റെ അന്തിമ ഭാഗം എന്ന് പറയും. അപ്പൊ ആ ഭാഗത്താണ് എന്തെന്ന് പറയുന്നത്, ജ്ഞാനകാന്ഡം. ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ആ നാലാമത് വരുന്ന ഉപനിഷത്ത് എന്ന് പറഞ്ഞതാണ് ജ്ഞാനകാന്ഡം. അവിടെ ജ്ഞാനകാന്ഡം എന്ന് പറയുമ്പോൾ അറിവ് എല്ലാം കൂടി ഇരിക്കുന്ന ആ ഭാഗമാണ് ജ്ഞാനകാന്ഡം. അനുഷ്ഠാനം വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ആ കർമ്മകാന്ഡം. അനുഷ്ഠാനം വരുന്നത് ബ്രാഹ്മണത്തില്. അപ്പൊ ബ്രാഹ്മണത്തിൽ വരുന്നത് കർമ്മകാന്ഡവും ഉപനിഷത്തിൽ വരുന്നത് ജ്ഞാനകാന്ഡവുമാണ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ഉപനിഷത്താണ്. അപ്പൊ ആ ഉപനിഷത്ത് ഏത് ഭാഗത്തിൽ വരുന്നതാ? വേദത്തിന്റെ അന്തിമ ഭാഗത്ത്, ആ അറിവ് തന്നെയായി വരുന്ന ഭാഗമാണ് നമ്മൾ മനനം ചെയ്യാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതില് നമ്മള് മറ്റൊരു കാര്യം പറഞ്ഞത് വേദത്തിന് തന്നെ മഹാവാക്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു, അല്ലെ?
വേദത്തിന് മഹാവാക്യമുണ്ടെന്ന് പറഞ്ഞു. അതില് അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ ആ മഹാവാക്യം വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ടാണ്. അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ ആ മഹാവാക്യം വരുന്നത് ഏതിലാണ്? അഥർവവേദത്തില്. അഥർവവേദത്തില് വരുന്നതാണ്. അഥർവവേദത്തിൽ വരുന്ന ഉപനിഷത്തായ മാണ്ഡ്യൂക്യോപനിഷത്തിൽ തന്നെയാണ് ഏത് വരുന്നത്? അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ ആ മഹാവാക്യം വരുന്നത്. അപ്പൊ നമ്മൾ മനനം ചെയ്യാൻ പോകുന്ന ആ ഉപനിഷത്തായ മാണ്ഡ്യൂക്യോപനിഷത്തിൽ തന്നെയാണ് അതിലെ ആ പിന്നെ അഥർവവേദത്തിലുള്ള മൊത്തം വേദത്തിലും വരുന്ന ആ മഹാവാക്യമായ ഉപനിഷത്ത്, ആ മഹാവാക്യം ഒളിഞ്ഞിരിക്കുന്നത് ആ മാണ്ഡ്യൂക്യോപനിഷത്തിലാണ്. അപ്പൊ ആ ഉപനിഷത്ത് തന്നെയാണ് നമ്മൾ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ മാണ്ഡ്യൂക്യോപനിഷത്ത് അഥർവ വേദത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞ് അത് ദശോപനിഷത്തിൽ വരുന്ന ഒരു ഉപനിഷത്താണെന്ന് പറഞ്ഞു. ദശോപനിഷത്തിൽ വരുന്നതിലും ഏറ്റവും ചെറിയ ഒരു ഉപനിഷത്താണ്. ദശോപനിഷത്തിൽ വരുന്ന ഒരു ചെറിയ ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത്. നമ്മളൊരു കുഞ്ഞു ഉപനിഷത്തിനെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ അതിന്റെ ഋഷി എന്ന് പറയുന്നത് മാണ്ഡുക മഹർഷിയാണ് അതിന്റെ ഋഷി. അപ്പൊ മാണ്ഡുക മഹർഷി ആയത് കൊണ്ടാണ്, ആ പേരിൽ നിന്നും കൂടിയാണ് അതിനെന്ത് വന്നത്? മാണ്ഡൂക്യോപനിഷത്ത് എന്ന ആ പേര് ഉപനിഷത്തിന് വരാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പം നമ്മളിപ്പം പറഞ്ഞു ഏറ്റവും ചെറിയ ഒരു ഉപനിഷത്ത് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞു. 10 ഉപനിഷത്തില് ചെറുത്. പക്ഷെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനമുള്ള ഉപനിഷത്തും ഏത് തന്നെയാണ്? മാണ്ഡൂക്യോപനിഷത്ത് തന്നെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ വ്യാഖ്യാനം വന്നത്? അതിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെ? അത്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിനകത്താണ് ഈ ഓംകാരത്തിന്റെ മഹിമ എന്താണ്, അല്ലെ ഓംകാരത്തിന്റെ വിശകലനം ചെയ്തു വച്ചിരിക്കുന്നത് ആ ഒരു ഉപനിഷത്തിലാണ്. ഓംകാരം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഉപനിഷത്ത് കൂടിയാണ് മാണ്ഡൂക്യോപനിഷത്ത്. അപ്പൊ ആ ഓംകാരത്തിന്റെ മഹിമ ആ മഹിമ കൊണ്ടാണ് ആ ഉപനിഷത്തിന് ഇത്രയും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ആ പ്രാധാന്യം നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാല് മഹാഋഷിയായ ഒരു പിന്നെ മഹാജ്ഞാനിയായ ഗൗഡപാദാചാര്യർ. ഗൗഡപാദാചാര്യർ ഈ ഉപനിഷത്തിന് ഈ 12 ആകെ ചെറിയ മന്ത്രം, ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അതിന് 12 മന്ത്രങ്ങളേ ഉള്ളൂ. ആ 12 മന്ത്രങ്ങൾക്കും ഗൗഡപാദാചാര്യര് കാരിക എഴുതിയിട്ടുണ്ട്. കാരിക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വരുന്ന രീതിയിൽ ആ ഓരോ മന്ത്രത്തിനും വേറെ മന്ത്രങ്ങളാക്കി എഴുതിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓരോ മന്ത്രത്തിനും അർത്ഥം വരുന്ന രീതിയിൽ പദ്യരൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഗൗഡപാദാചാര്യർ എഴുതി വന്നപ്പോ ഈ 12 മന്ത്രത്തിനും കൂടി എഴുതിയപ്പോ 215 കാരികയാണ് ഉണ്ടായത്. അനാലിസിസ്, അതിന്റെ അർത്ഥം വരുന്ന രൂപത്തിൽ പദ്യരൂപേണ എഴുതി വെച്ചേക്കാണ്. അതിനെ വിശകലനം ചെയ്ത് പദ്യരൂപത്തിൽ എഴുതിയപ്പോ 215 എണ്ണം ആരെഴുതിയിട്ടുണ്ട്? അപ്പൊ നമ്മൾ ചെറിയ മന്ത്രം എന്ന് പറയുമ്പോൾ ആ 12 മന്ത്രം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ മന്ത്രത്തോടൊപ്പം തന്നെ ആരുടെയാണ്? ആ ഗൗഡപാദാചാര്യരുടെ 215 കാരിക, അത് മാണ്ഡുക കാരിക എന്നാണ് അറിയപ്പെടുന്നത്. ആ മാണ്ഡുക കാരികയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എത്ര എണ്ണം വരുന്നു? 215ഉം 12ഉം കൂടെ വരുമ്പം 227 എണ്ണമായി മാറുകയാണ്. ഇപ്പൊ ചെറിയ ഒരു ഉപനിഷത്ത് എന്ന് പറഞ്ഞാലും അതിനകത്ത് അതിന്റെ അർത്ഥതലം അത്രത്തോളം വിശദമായി കിടക്കുകയാണ്. അപ്പൊ ഈ ഗൗഡപാദാചാര്യര് 215 കാരിക, മാണ്ഡുക കാരിക എഴുതിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗൗഡപാദാചാര്യരുടെ ശിഷ്യനാണ് ഗോവിന്ദപാദർ എന്ന് പറയുന്നത്. ഈ ഗോവിന്ദപാദറുടെ ശിഷ്യനാണ് ശങ്കരാചാര്യ സ്വാമികൾ. അപ്പൊ ശങ്കര ഭഗവത് പാദർ എന്ന് പറയുന്നത് ഗോവിന്ദപാദറുടെ ശിഷ്യനാണ്. ഈ മാണ്ഡുക്യോപനിഷത്തിന് ശങ്കരാചാര്യ സ്വാമികള് ഈ 215 എണ്ണം എഴുതിയെന്ന് പറഞ്ഞല്ലോ, അതിന് 100 കണക്കിന് അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ 100 കണക്കിന് അതിനെ വിശകലനം ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ആ ഒരു കുഞ്ഞുപനിഷത്തിന്
കാരിക വന്നിട്ട് അത് മനസ്സിലാകാഞ്ഞ് അതിന് നൂറുകണക്കിന് അർത്ഥവ്യാഖ്യാനങ്ങള് ശങ്കര ഭഗവത്പാദർ അതും പോരാഞ്ഞിട്ട് ശങ്കര ഭഗവത്പാദരുടെ ശിഷ്യൻ എന്ന് പറയുന്നതാണ് സുരേശ്വരാചാര്യർ. ഈ സുരേശ്വരാചാര്യർ അതിന് വീണ്ടും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു തൃപ്തി വരാതെ കിടക്കുന്ന ഒരു ഉപനിഷത്ത് അല്ലെ. ഓരോരുത്തര് ശിഷ്യന്മാരിങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് എഴുതുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്രത്തോളം അതിന് അതിന് ഉള്ളുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ അത്രത്തോളം ഉണ്ട് മനസ്സിലാക്കാൻ എന്ന് നമ്മൾ അറിയണം. ഈ ഒരു ചെറിയ ഉപനിഷത്താണെങ്കിൽ. അപ്പൊ ഇതിനകത്ത് അവിടെ വരുമ്പോഴാണ് നമ്മള് ശങ്കര ഭഗവത്പാദർ ദശോപനിഷത്തിന് ഭാഷ്യം ചമച്ചിട്ടുണ്ട്. ഭാഷ്യം ചമച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് അതെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ അതെന്താണ് ഉപനിഷത്ത് എന്നുള്ളത് ഭാഷ്യം ചമച്ച് ഓരോന്നും 10 എണ്ണവും തന്നിട്ടുണ്ട്. അവിടെ വെച്ചും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ തൃപ്പാദങ്ങളെയാണ്. തൃപ്പാദങ്ങൾ ഒരെണ്ണത്തിനാണ് അത് ഭാഷ ചമച്ചാണ് തന്നത്. ഭാഷ്യമല്ല, മൊഴി മാറ്റി തന്നിട്ടുണ്ട്. അതേതാണ്? നമ്മുടെ ഈശാവാസ്യ ഉപനിഷത്ത്. ആദ്യ ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്തിന് ഭഗവാൻ എന്ത് ചെയ്തു തന്നിട്ടുണ്ട്? ഭാഷ ചമച്ച് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനെ മൊഴി മാറ്റി മലയാളത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് കൂടാതെ തന്നെ നമുക്കറിയാം ഇങ്ങനൊരു ഉപനിഷത്താണ് എങ്കിലും ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്, തൃപ്പാദങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പിന്നെ ജ്ഞാനാമൃതങ്ങൾ നോക്കിയാലും അതിലെല്ലാം ഭഗവാൻ നമുക്ക് എന്താണ് ആ ഓങ്കാരത്തിന്റെ മഹിമ എന്താണെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓരോ ജ്ഞാനാമൃതത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ആ കുണ്ടലിനിപ്പാട്ടിലൊക്കെ ഭഗവാൻ എന്താണ് നാം ഓംകാരം തന്നെയാണെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് പ്രതിഷ്ഠയിൽ ഏറ്റവും അവസാനം വന്നപ്പോൾ ആ ഓംകാര പ്രതിഷ്ഠ കാണിച്ചു തന്നുകൊണ്ട് ഭഗവാന്റെ എല്ലാ ജ്ഞാനാമൃതവും ആ ഓംകാരത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തെന്ന് പറയുന്നത് ഈ അയമാത്മാ ബ്രഹ്മ എന്നുള്ള ഒരു മഹാവാക്യമാണ് ഈ ഉപനിഷത്തിനകത്ത്, മാണ്ഡിക്യ ഉപനിഷത്തില് ഉള്ള ഇരിക്കുന്ന മഹാവാക്യം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അയമാത്മാ ബ്രഹ്മ? അയമാത്മാ ബ്രഹ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കുവാണെങ്കിൽ ഈ ആത്മാവും എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഈ ആത്മാവും ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ആത്മാവിനെ കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉപനിഷത്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് അടുക്കും ചിട്ടയോടും എഴുതി വെക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഓരോന്ന് പറയുമ്പോഴും എന്തൊക്കെയാണ് എന്ന് ആ കണക്ഷൻ ഒന്ന് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കതിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. ചെറിയ ഉപനിഷത്താണെന്ന് പറഞ്ഞ് വെറുതെ അർത്ഥം നമ്മൾ പഠിച്ച് ഇങ്ങനെ വാക്കർത്ഥത്തിലൂടെ പോകുകയല്ല, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ശ്രമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനെ ഓരോ കാര്യങ്ങളും അറിയണമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളുടെ അടുത്ത് ആരെങ്കിലും വേദം എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. എന്താണ്? വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം ഉണ്ടായിട്ടുള്ളത്. വിദ് എന്ന് വെച്ചാൽ അറിവ് എന്ന് തന്നെയാണ്. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവെന്നാണ്. അപ്പൊ വേദങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ അറിവ്. അപ്പൊ നമ്മുടെ പിന്നെ പുരാണ ഗ്രന്ഥം എന്തെന്ന് ചോദിച്ചാൽ, അല്ലെ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്തെന്ന് ചോദിച്ചാൽ അതെന്താണ്? വേദം ആണ്. അപ്പം ക്രിസ്തു മതത്തിലെ അല്ലെങ്കിൽ അവർക്കുള്ള വേദപുസ്തകം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബൈബിളാണ്. അതുപോലെ ഇസ്ലാം മതത്തിൻ്റെത് ചോദിച്ചാലും അറിയാം, ഖുറാനാണ്. നമ്മുടെ ഹിന്ദു മതത്തിന്റെ ഏതാണ്? അത് വേദങ്ങളാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിന്റെ കൂട്ടം, അറിവാണത് വേദം എന്ന് പറയുന്നത്. ആ വേദത്തിന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് 4 ഭാഗങ്ങളുണ്ടെന്ന് പറയാൻ പഠിക്കണം. ആ 4 ഭാഗത്തിലും ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്? അതില് നമ്മള് പ്രധാനമായും 2 എണ്ണത്തിനെ ഓർത്തിരിക്കുക. 2 എണ്ണം എന്ന് പറയുമ്പം രണ്ടാമത്തെ ഭാഗമായ ബ്രാഹ്മണം എന്താണ്? അത് നമ്മുടെ ഗൃഹസ്ഥാശ്രമികള് അനുഷ്ഠിക്കുന്ന സമയം. അതപ്പോ കർമ്മകാണ്ഡമാണ്. ലാസ്റ്റ് വരുന്ന ഉപനിഷത്ത് എന്ന് പറയുന്നത് അത് ജ്ഞാനം, അറിവ് അവിടെ
ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അറിവിനെയാണ് അതവിടെ വെച്ചിരിക്കുന്നത്. അത് അന്തിമ ഭാഗം എന്ന് പറഞ്ഞ് അറിവാണെന്ന് പറഞ്ഞ് അപ്പൊ അത് ജ്ഞാനകാണ്ഡം. ഇവിടെ ജ്ഞാനകാണ്ഡമാണ്. അതുപോലെ തന്നെ ഈ ഉപനിഷത്തിന്റെ ഈ അഥർവവേദത്തിൽപ്പെട്ട മാണ്ഡ്യൂക്യോപനിഷത്തിൽ വരുന്ന മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ. അപ്പൊ അയമാത്മാ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഈ ആത്മാവും ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഈ ആത്മാവും ബ്രഹ്മം എന്ന് പറയുമ്പോ എന്താണ്? ഈ ഞാനും എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവ് ബ്രഹ്മമാണ്. ആത്മാവെന്ന് പറയുമ്പം ഞാൻ തന്നെയാണ്. എന്നിൽ എല്ലാ മൊത്തത്തില് നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ഞാനും എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്. ദൈവം തന്നെയാണ്. ഈശ്വരൻ തന്നെയാണ്. പക്ഷേ നമുക്കെന്താണ്? അറിയാൻ പറ്റുന്നില്ല. നമ്മൾ മനുഷ്യനാണ്, ശരീരമാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക. പക്ഷെ നമ്മൾ എന്ത് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അത് മാത്രമേ ഉള്ളൂ. ഉള്ളതായിട്ട് അത് മാത്രം. ബാക്കിയെല്ലാം ഉണ്ടായതാണ്. ഉണ്ടായതൊക്കെ എന്താണ്? ഇല്ലാതാവുന്നതാണ്. അപ്പൊ ഉള്ളത് എന്ത് തന്നെയാണ്? ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ ആത്മാവ് മാത്രമാണ്. അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവും ബ്രഹ്മം തന്നെയാണ്. ഞാനും ബ്രഹ്മം തന്നെയാണ്. ഞാനും ഈശ്വരൻ തന്നെയാണ്. പക്ഷെ നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്. നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്ക് എന്തില്ല? ജ്ഞാനമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത്? നമ്മളെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. അതാണ് കോഹം, ഞാൻ ആരാണ്? അല്ലെ? അതല്ലേ അവസാനത്തെ ആ ഒരു ചോദ്യം. അതിൽ നിന്നാണ് ആ പരമമായ പദത്തിൽ എത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ആ ചൈതന്യത്തിൽ നമ്മളും ഈശ്വരനും ഒന്നാണ് എന്ന ആ തലത്തിലേക്ക് എത്തപ്പെടുന്നത്. അയമാത്മാ ബ്രഹ്മ. ഈ ആത്മാവും ബ്രഹ്മമാണ്. ഞാനും ബ്രഹ്മം തന്നെയാണ്. ഞാനും ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി, ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം. നമ്മളും ദൈവം തന്നെയാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തത് ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഏത് ഭാഗം പഠിക്കുന്നത്? ജ്ഞാനകാണ്ഡമായ ഉപനിഷത്തുകൾ പഠിക്കുന്നത്. ഈ ഉപനിഷത്ത് പഠിക്കുമ്പോൾ അത് ജ്ഞാനകാണ്ഡമാണ്. അപ്പൊ ജ്ഞാനകാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മജ്ഞാനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത്. ആ ആത്മജ്ഞാനത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന തൃപ്പാദങ്ങള് നമുക്ക് തന്നിട്ടുള്ള ജ്ഞാനാമൃതമാണ് ഏത്? ആത്മോപദേശ ശതകം. ആത്മാവിനെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആ ഒരു ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ജ്ഞാനാമൃതം തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആത്മോപദേശ ശതകം. അതുകൊണ്ടാണ് ഭഗവാന്റെ എല്ലാ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ആ, പിന്നെ കൃതികളും എന്താന്ന് പറയുന്നത്? ആ ജ്ഞാനാമൃതങ്ങളാണെന്ന് പറയുന്നു. ജ്ഞാനാമൃതങ്ങളാണ് നമുക്ക് ജ്ഞാനങ്ങളാണ് ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവിനെ കുറിച്ചുള്ള ആ ജ്ഞാനമാണ് ആത്മോപദേശ ശതകമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ആത്മോപദേശ ശതകത്തിന്റെ അതുപോലെ ആത്മാവിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഉപനിഷത്താണ് എന്തെന്ന് പറയുന്നത്? മാണ്ഡ്യൂക്യോപനിഷത്ത്. ആത്മാവിനെ കുറിച്ച് എന്താണ് നമുക്ക് ജ്ഞാനം ഉണ്ടാക്കി തരുന്ന ഒരു ഉപനിഷത്താണ് എന്തെന്ന് പറയുന്നത്? മാണ്ഡ്യൂക്യോപനിഷത്ത്. ആത്മാവ് എന്താണ്? അപ്പൊ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ് എന്നുള്ളതാണ്. ഞാൻ തന്നെയാണ് ആത്മാവെന്ന് പറഞ്ഞു. അപ്പൊ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആരാണ്? അല്ലെ? ഞാൻ ആരാണ് എന്ന് പറയുമ്പോൾ നമ്മള് രാവിലെ എഴുന്നേറ്റ് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ ആരാണ്? എന്റെ പേര് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെ? അല്ലാതെ നമ്മളെ കൊണ്ട് ഈ പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണിപ്പിക്കുന്നത്, അതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല. എല്ലാരും ഞാൻ എന്ന് പറയുന്നു. പക്ഷെ ആ ഞാൻ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചാല് അതിനെപ്പറ്റി വിശദമാക്കി തരുന്ന ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യോപനിഷത്ത്. കാരണം അതിനകത്തുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഏത്? ഈ മാണ്ഡൂക്യോപനിഷത്തിലൂടെ പോകുന്നത്. നമ്മൾ രാവിലെ ഉണരുന്നു. നമ്മളെ ഉണർവിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നു.
ഈ ഉപനിഷത്തിലാണ് നമുക്ക് ഉണർവ് എന്താണ്? നമ്മളിങ്ങനെ ഉണർന്നിരിക്കുമ്പോ ഉള്ള അതെന്താണ്? ആ അവസ്ഥ എന്താണ്? എന്ന് ഈ ഉപനിഷത്തില് പറഞ്ഞു തരും. അത് കഴിയുമ്പോ നമ്മള് സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുമ്പോ ആ അവസ്ഥ എന്താണെന്നും, അല്ലെ അതിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഈ ഉപനിഷത്തില് പറഞ്ഞു തരും. അതുകൂടാതെ തന്നെ നമ്മള് ഗാഠനിദ്രയിലേക്ക് പോകുന്നു, ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പൊ ആ ഉറക്കം എന്താണെന്നും ഈ ഉപനിഷത്ത് പറഞ്ഞു തരും. അപ്പൊ ഈ ഉപനിഷത്ത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ സബ്ജക്റ്റ് കോൺക്രീറ്റ് സബ്ജക്റ്റ് ആണ്. നമുക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തലത്തിലൂടെയാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പിന്നെ ഒന്നും അറിഞ്ഞൂടാത്ത ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നമ്മള് വലിയ കാര്യത്തിലോട്ട് പോവാതെ നമ്മുടെ അവസ്ഥകളൊക്കെ വെച്ച് സാമാന്യമായിട്ട് പറയുമ്പോ നമുക്ക് മനസ്സിലാവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചില ഉപനിഷത്തൊക്കെ നോക്കി അങ്ങനെയല്ല. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യത്തിലൂടെയാ പോകുന്നത്. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലൂടെ ഉറക്കം അല്ലെങ്കിൽ ഗാഠനിദ്ര എന്താണെന്ന് അറിയണമെന്ന് നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട് അല്ലെ? എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. എന്താണ് ഗാഠനിദ്ര? അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊന്നും അറിഞ്ഞൂടാതെ കിടക്കുന്നു അല്ലെ? ജ്ഞാനിയായാലും അജ്ഞാനിയായാലും അവിടെ കിടന്ന് ഉറങ്ങുക. രണ്ടുപേരും തുല്യവാ ഉറക്കത്തില്. എഴുന്നേക്കുമ്പോഴേ അവര് മാറുന്നോള്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ സ്വപ്നകാലത്തിൽ അവിടെ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? അതെന്തോന്നാണ് എന്നറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം എന്താണ്? ഈ ഉണർന്നിരിക്കുമ്പോഴുള്ളതാ. എല്ലാരും പറയുന്ന ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ് അല്ലേ? നമ്മൾ ഈ കാണുന്നതല്ല. അതിൽ നിന്നും ഉണരണം. ഉണരണം ഇനി ഉറങ്ങിടാതിരുന്നിടേണം അല്ലേ? അപ്പൊ നമ്മള് ഈ ഉറങ്ങരുത്, ഉറങ്ങാതെ തന്നെ ഇരുന്ന് ഇതെല്ലാം അറിയണമെന്ന് ഭഗവാൻ എന്താണ് അവിടെ പറഞ്ഞതെന്ന് നമുക്കറിയണം അല്ലേ? അപ്പൊ നമ്മൾ ഈ കാണുന്നതല്ല പ്രപഞ്ചം, ഇതല്ല സത്യം. സത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, അത് ആത്മാവ് മാത്രമാണ്. ഈ കാണുന്നതെല്ലാം എന്തുപോലെയെന്ന് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് ഒരു കയറിൽ കാണുന്ന പാമ്പ് പോലെയാണ് അല്ലെ? രജുസർപ്പ സിദ്ധാന്തം വെച്ചിട്ട് പറയും ഈ പ്രപഞ്ചം എല്ലാം എന്തുപോലെയാണ്? ഒരു കയറിൽ എങ്ങനെയാണോ മന്ദപ്രകാശത്തില് ഒരു പാമ്പിനെ കാണുന്നത് അതുപോലെയാണ് ഈ പ്രപഞ്ചമെന്ന്. ഇത്രയൊക്കെ പറഞ്ഞാലും നമുക്കൊന്നും നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രപഞ്ചത്തെ. പക്ഷെ ഇത് പാമ്പ് പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ജ്ഞാനം, ആ അറിവൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തലത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴ് അങ്ങനെ ആ ഒരു ജ്ഞാനം നമുക്ക് നേടിത്തരുന്നു. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഓംകാരത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഉപനിഷത്തിലാണ് എന്ത്? ഓംകാരത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഓംകാരത്തില് നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഓംകാരത്തിന്റെ മഹിമ എന്താണ്? ഓംകാരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? അപ്പൊ നമ്മളിത് കേട്ടിട്ടുള്ളവരായതുകൊണ്ട് നമുക്കറിയാം. അതിനകത്ത് അകാരമുണ്ട്, ഉകാരമുണ്ട്, മകാരമുണ്ട്, മൗനമുണ്ട്. മൗനവും കൂടി ഉണ്ട് അതിനകത്ത്. ആ കാര്യവും നമ്മൾ അതിൽ അറിയണം. അപ്പൊ അകാരമുണ്ട്, ഉകാരമുണ്ട്, മകാരമുണ്ട്, മൗനമുണ്ട് എന്ന് പറയുമ്പോ ഈ ആ ഉ മ മാത്രമല്ല അതിനകത്ത് ഇരിക്കുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്ന അകാരം എന്ന് പറയുമ്പോൾ ആ ആകാരത്തിൽ വരുന്ന ഏതൊക്കെ ശബ്ദപ്രപഞ്ചങ്ങളുണ്ടോ അതെല്ലാം അതിനകത്ത് വരും. ആ തുറന്നാണ് നമ്മൾ അകാരം പറയുന്നത് അല്ലേ? അപ്പൊ അതിനകത്ത് ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതുപോലെ ഉകാരം പറയുമ്പോ കുറച്ചും കൂടി ഒന്ന് അടുക്കുന്നു അല്ലെ? ഉകാരം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിയുമ്പം നല്ല ചുണ്ട് അടുപ്പിച്ചുകൊണ്ട് മകാരം പറയാറുണ്ട്. അപ്പൊ അകാരം, ഉകാരം, മകാരം ഏതൊക്കെ ശബ്ദങ്ങളുണ്ടോ ആ ശബ്ദങ്ങളും പിന്നെന്താ പറയുന്നത്? ഒരു ശബ്ദമില്ലാതെ ആ മൗനം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മൗനം. മൗനഘനാമൃതം എന്നൊക്കെ പറയുന്ന ആ മൗനം. ആ എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ആ മൗനവും എന്ത് തന്നെയാണ്? എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഓംകാരം എന്ന് നമുക്കിതിൽ ബോധ്യപ്പെടുത്തി തരുന്നു. അതിനകത്ത് ആ എല്ലാ ഓംകാരത്തിന്റെ മഹിമയും ഓംകാരത്തിന്റെ അർത്ഥവിശകലനവും അതുപോലെ ആത്മാവ് എന്താണെന്നും ആത്മാവിന്റെ വിശകലനവും എല്ലാം കൂടി വരുന്ന 12 മന്ത്രങ്ങൾ അടങ്ങിയ ചെറിയ ഒരു ഉപനിഷത്താണ് മാണ്ഡ്യൂക്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതില്
ഒന്നാമത്തെ മന്ത്രത്തില് തന്നെ നമുക്ക് ഒന്നാമത്തെ മന്ത്രം പറഞ്ഞു തരുന്നത് ഓംകാരത്തെ കുറിച്ചാണ്. ഓംകാര വിചാരം എന്താണ്, അല്ലെങ്കിൽ ഓംകാരം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഒന്നാമത്തെ മന്ത്രത്തില് തുടക്കത്തില് തന്നെ. രണ്ടാമത്തെ മന്ത്രത്തില് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് രണ്ടാമത്തെ മന്ത്രം. പിന്നെ 3 തൊട്ട് 8 വരെയുള്ള മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ മഹിമയെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് 3 മുതൽ 8 വരെ. പിന്നെ 9 മുതൽ 12 വരെ ഓംകാരത്തിന്റെ മഹിമ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ ബോധ്യപ്പെടുത്തി തരുന്നത് ല്ലേ? ആത്മാവ് എന്താണ്, ഓംകാരം എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഉപനിഷത്ത്. ഓംകാര വിചാരത്തിലൂടെ ആത്മവിചാരത്തിൽ എത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഉപനിഷത്ത്. ഓംകാര വിചാരത്തിലൂടെ ആത്മവിചാരത്തിലെത്തി ആത്മതത്വം അറിഞ്ഞ് ആത്മാവിന്റെ ആ തത്വം അറിഞ്ഞുകൊണ്ട് എന്താണ് ആ ബ്രഹ്മതത്വത്തിൽ എത്തപ്പെടുന്നത്, ആ ഈശ്വരൻ തന്നെയായി മാറുന്നതിന് ഉള്ള ആ ഒരു ജ്ഞാനമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഓംകാരത്തെ അറിഞ്ഞുകൊണ്ട് ആ ഓംകാരത്തിന് ആത്മാവിന് തുല്യമാണ് ഓംകാരം എന്ന് അറിഞ്ഞുകൊണ്ട്, ആത്മാവും ഓംകാരവും ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓംകാരോപാസനയിലൂടെ ആ ആത്മതത്വത്തിൽ എത്തപ്പെടുന്നു. അതാണ് ഇതിനകത്ത് വെളിവാക്കി തരുന്നത്. ഓംകാരോപാസനയിലൂടെ അല്ലെങ്കിൽ ഓംകാര വിചാരത്തിലൂടെ ആ ആത്മവിചാരത്തിൽ എത്തപ്പെടുന്നു. അതിലൂടെ നമ്മൾ എവിടെ എത്തുന്നു? ബ്രഹ്മതത്വത്തെ അറിയും. അപ്പൊ അതിന്റെ ഒരു ജ്ഞാനമാണ് മാണ്ഡ്യോപനിഷത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ചെറിയ ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യം വരുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഈ ആത്മജ്ഞാനം നേടിയാൽ നമുക്ക് എന്താണ് ഗുണം കിട്ടുന്നത്? നമ്മളിപ്പം ജ്ഞാനകാണ്ഡത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞ ഉപനിഷത്ത് നമ്മൾ പഠിക്കുന്നു. അപ്പൊ ആത്മജ്ഞാനം നേടിയാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മൾ ആര് തന്നെയാവും? ഈശ്വരൻ തന്നെയാവും അല്ലെ? ആ ആത്മജ്ഞാനം, സ്വയം താൻ ആരാണ് എന്ന് അറിയുമ്പോ അത് ആര് തന്നെയാണ്? അയമാത്മാ ബ്രഹ്മ, ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ ഈശ്വരൻ തന്നെയാണ്. അപ്പം നമ്മളെ അത് ബോധ്യപ്പെടുത്തി തരുമ്പോൾ നമ്മൾ ആര് തന്നെയാവുന്നു? ആ ഈശ്വരൻ തന്നെയാവും. ഭഗവാൻ തൃപ്പാദങ്ങൾ ഓരോ ജ്ഞാനാമൃതവും നമുക്ക് തന്നിട്ടുള്ളത്, അത് ഏത് സ്തോത്ര കൃതികളായാലും ദാർശനിക കൃതികളായാലും ഉദ്ബോധന കൃതികളായാലും നമ്മളത് ആ ഉപനിഷത്ത് പഠിച്ചിട്ട് അതിനെ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ഭഗവാൻ ഓരോ ജ്ഞാനാമൃതവും നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ ആരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ആ ഈശ്വരനാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ഈശ്വരന്മാരായി മാറണം. അതിനാണ് ഭഗവാൻ ഈ ആത്മോപദേശ ശതകത്തില് ഈ 100 ജ്ഞാനവല്ലരിയിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും എന്തായി മാറണം? ആ ഈശ്വരനായി മാറണം. അല്ലാതെ നമ്മൾ വഴി വീണു പോവലും ദാനവനോ ദേവനോ ഒന്നും ആവാനല്ല. ദേവനും അപ്പുറമുള്ള ആരായി തന്നെ മാറണം? ഈശ്വരൻ തന്നെയായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആത്മോപദേശ ശതകം നമുക്ക് തന്നിട്ടുള്ളത്. ഈശ്വരൻ തന്നെ ആവുക എന്ന് പറയുമ്പോൾ ആ ദൈവം തന്നെ ആവുക. ദൈവം തന്നെ ആവുക എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം തന്നെ ആവുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ പദത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മുക്തിപദം, മോക്ഷം എന്നൊക്കെ പറയുന്നത്. ആ പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താണ്? ജനന മരണങ്ങളില്ല. നമ്മൾ ദേവനായി അല്ലെങ്കിൽ പകുതി വഴിക്ക് ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിപ്പെടുകയാണ് ചെയ്യുന്നത്? ജനന മരണ ചക്രത്തിലോട്ട് വീണ്ടും വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ആത്മജ്ഞാനം, ഒരു ജ്ഞാനി ആത്മജ്ഞാനം എന്താണ്, ആത്മതത്വം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ എവിടെയാണ്? ആ ചൈതന്യത്തിൽ എത്തപ്പെടുന്നു. ചൈതന്യത്തിൽ ലയിച്ചു ചേരുന്നു. ആ ചൈതന്യത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്? അതാണ് മുക്തിപദം, മോക്ഷപദം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനന മരണം ഇല്ല. അതാണ് ഭഗവാൻ തൃപ്പാദങ്ങൾ എന്താ? പ്രകാശ സ്വരൂപമായി മാറി അല്ലേ? ആ തപസ്സിലൂടെ 1 കോടി ദിവാകരന്റെ ആ പ്രകാശത്തിൽ
ഭഗവാൻ ആ ആത്മജ്ഞാനം നേടിക്കൊണ്ട് ആത്മജ്ഞാനിയായി ആ ബ്രഹ്മതത്വം എന്താണെന്ന് അറിഞ്ഞ് ആ പ്രകാശമായി മാറി, ചൈതന്യമായി മാറി ഭഗവാൻ. ചൈതന്യമായി മാറിയപ്പോ അതിനുശേഷമാണ് നമുക്ക് എന്താണ് ഈ പിന്നെ ഗദ്യപ്രാർത്ഥനയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നാം ശരീരമല്ല അറിവാകുന്നു. ആ ആത്മജ്ഞാനത്തില് എത്തിക്കഴിഞ്ഞപ്പോ, ആ ബ്രഹ്മതത്വം അറിഞ്ഞപ്പോ ഭഗവാന് മനസ്സിലായി നാം ശരീരമല്ല അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുന്നിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അവിടെ മരണം, ജനനം, മരണം, രോഗം, ഭയം ഇത്യാദി ഒന്നും നമ്മെ ബാധിക്കില്ല. അല്ലെ? അവിടെ എന്താ പറഞ്ഞ? ജനനം, മരണം ഇത്യാദി ഒന്നും നമ്മെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആ പരമമായ പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനന മരണം ഇല്ല. ആ ഒരു പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ആ ചൈതന്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയായി മാറി. പിന്നെ ഈശ്വരന് എന്തും ചെയ്യാൻ പറ്റും. ഈശ്വരനല്ലേ ഈ പ്രകൃതിയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പം ഭഗവാൻ തൃപ്പാദങ്ങൾ തന്നെയാണ് ഈ പ്രകൃതിയൊക്കെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണത്തിനുള്ള ആ പ്രകൃതിയെ സ്വപരിധിയിൽ കൊണ്ടുവരാൻ ഭഗവാന് സാധിച്ചല്ലോ. നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് അല്ലേ? പെരിങ്ങാട്ടുകര, ആ പിന്നെ കടല് വരുമ്പോ ആ കടലിനെ സ്വന്തം വരുതിയിൽ നിർത്താനായിട്ട് ഭഗവാന് സാധിച്ചിട്ടുണ്ട്. കടല് കേറി കേറി വരുന്ന കടലിനെ അതിനെ ആ നിയന്ത്രിച്ചു നിർത്തുന്നതിന് ഭഗവാന് സാധിച്ചു. ആ ഈശ്വരൻ തന്നെ ആയി അല്ലെ, ആ പ്രകൃതി തന്നെയായി മാറുകയാണ്. ആ ഈശ്വരൻ തന്നെയായി മാറും. അപ്പൊ ആ പദത്തിലേക്ക് ഉയരണമെങ്കിൽ അത് എപ്പോഴാണ് ആ പദത്തിലേക്ക് ഉയരുന്നത്? നമുക്കൊന്നും പെണ്ണത് നോക്കുകയും ചെയ്യണം. വാ, പ്രാലതിക, ക്ഷിപ്രാലതിക ഒന്ന് ഓഫ് ചെയ്തേ. അമ്മ പോകുമ്പോ നീ വിചാരിച്ചു എന്ത് ആശ്വാസം കിട്ടിയില്ലോന്ന്. ക്ഷിപ്രാലതിക ഒന്ന് ഓഫ് ചെയ്തേരെ. അപ്പൊ ആ പദത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ആ പരമമായ പദത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത്. ആ എത്തപ്പെടുക എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ പദത്തിലെത്തി നമുക്ക് കാട്ടിത്തന്നു അല്ലെ? ഒരു മാതൃകയായി ആധുനിക യുഗത്തിൽ നമുക്ക് കാട്ടിത്തന്നു ആ പരമപദത്തിലെത്തിയത്. അപ്പൊ എപ്പോഴാണ് ഇത് എത്താൻ പറ്റുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. നമുക്ക് ജീവനുള്ളപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രാണനുള്ളപ്പോൾ മാത്രമാണ് ഈ മുക്തിപദത്തില് അല്ലെങ്കിൽ ആ പരമപദത്തില് എത്തിപ്പെടാൻ പറ്റുന്നത്. നമുക്ക് പ്രാണനുള്ളപ്പോൾ. പ്രാണനുള്ളപ്പോൾ നമുക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമാണ് ആ പരമപദത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മനുഷ്യ ജന്മം എന്തെന്ന് പറയുന്നത്? പുണ്യജന്മമാണ്. നമ്മളത് പുണ്യജന്മം, ഒരുപാട് ജന്മം എടുത്തിട്ട് വന്ന പുണ്യജന്മം. എന്തുകൊണ്ടാണ്? നമുക്ക് മൃഗങ്ങൾക്കൊന്നും പറ്റാത്ത ഒരു കഴിവാണ് നമുക്കുള്ളത്. ഏതാണ്? നമുക്ക് അവിടെ എവിടെ എത്തിപ്പെടാൻ പറ്റും? ആ പരമമായ ചൈതന്യത്തിൽ എത്തിപ്പെടാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ഈശ്വരൻ തന്നെ ആവാനായിട്ട് പറ്റും. അത് മറ്റ് ജീവികൾക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പുണ്യജന്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ പുണ്യജന്മത്തിൽ തന്നെ, കിട്ടിയ പുണ്യജന്മത്തിൽ തന്നെ നമ്മൾ എന്തെത്തണം? ആ ഈശ്വരൻ തന്നെ ആവണം. അതെല്ലാവർക്കും ഒന്നും പറ്റുന്നതല്ല അല്ലേ? നമ്മൾ ആധുനിക യുഗത്തിൽ ഇപ്പൊ കണ്ടത് ഭഗവാൻ തൃപ്പാദങ്ങൾ നമ്മുടെ മുമ്പിൽ ഗുരുവായിട്ട് വന്നപ്പോൾ നമ്മൾ അറിയുന്നു. ഇനി ഹിമാലയത്തിലൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ പുണ്യജന്മത്തിലെ ആ പരമപദത്തിൽ എത്തേണ്ടത് ഈ ജന്മത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പം പ്രാർത്ഥന അല്ലേ, മരണത്തിന് ശേഷം മോക്ഷ പ്രാർത്ഥന എന്നൊക്കെ പറയും. മരിച്ചതിന് ശേഷം എവിടെയോ മോക്ഷത്തിന് പോവാ പറ്റുന്ന കാര്യമാണോ? അല്ല അല്ലേ? നമ്മൾ ഇപ്പൊ തന്നെ ഈ ശ്വാസം ഉള്ളപ്പോ തന്നെ നമ്മൾ എത്തിപ്പെടേണ്ടതാണ് ആ ഈശ്വരൻ തന്നെ ആവേണ്ടത്. അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനന മരണം ഒന്നുമില്ല. അപ്പൊ ഭഗവാൻ തൃപ്പാദങ്ങളെ നമ്മൾ ഒത്തിരി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം അല്ലെ? ഭഗവാൻ ഇനിയൊരു ജന്മം എടുത്തു വരാനല്ല ഭഗവാൻ പോയത്. ഭഗവാൻ എന്താണ്? ആ ആഗ്രഹം തന്നെ, ഭഗവാന്റെ പഠനത്തിന് ശേഷമുള്ള ആഗ്രഹം തന്നെ ആ ഗുരുപദത്തിൽ എത്തിപ്പെടുക, ആ ഈശ്വരനാവുക എന്നുള്ളതാ. അതാണ് അലസമായി നടന്ന് ഒക്കെ തപസ് ചെയ്ത് ഭഗവാൻ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾക്കും ലക്ഷ്യമുണ്ട്. എന്താണ്? പണം സമ്പാദിക്കുക, ജോലി കിട്ടുക, പണം സമ്പാദിക്കുക അല്ലെ? അതല്ലായിരുന്നു ഭഗവാന്റെ ലക്ഷ്യം. ഈശ്വരനായിപ്പെടുക, ഈശ്വരൻ തന്നെയാവുക, പിന്നെ തിരിച്ചു വരണ്ട, ആ ഒരു പദത്തിലേക്ക് എത്തപ്പെടുക.
അങ്ങനെ നമുക്ക് കാട്ടിത്തന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. വിവേകാനന്ദ സ്വാമികളുണ്ട്, അതുപോലെ ശങ്കര ഭഗവത് പാദറുണ്ട്, പിന്നെ ആര്, രാമകൃഷ്ണ പരമഹംസറുണ്ട്, ശ്രീബുദ്ധനുണ്ട്. അവരൊക്കെ ജീവിച്ചിരുന്നപ്പോ അവരൊന്നും ഒന്നും ഇല്ലാഞ്ഞവരോ ഒന്നും അല്ല. ശ്രീബുദ്ധനൊക്കെ ചക്രവർത്തി അല്ലെ രാജാവായിട്ടിരുന്നിട്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എവിടെയാണ് താൻ ആരാണ് എന്ന് അറിഞ്ഞ് ആ പരമമായ ചൈതന്യം, ആ ചൈതന്യം എന്ന് പറയുന്നത് അതിൽ പരം ആനന്ദം വേറെ ഒന്നുമില്ല. ഏറ്റവും പരമമായ ആനന്ദത്തിലാണ് അവിടെ എത്തപ്പെടുന്നത്. അപ്പൊ ആ പരമമായ ആനന്ദത്തിലാണ്, ആ ആനന്ദത്തെയാണ് അന്വേഷിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ചൈതന്യത്തിൽ നിന്ന് വന്നു എങ്കിൽ ആ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കാനായിട്ട് പോകും. അപ്പൊ ഗുരു തൃപ്പാദങ്ങളും അത് തന്നെ, ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നൊന്നും വന്നതല്ല അല്ലെ. അയൽവാരം വീടെന്ന് പറയുന്ന എല്ലാം ഉള്ള വീട് തന്നെയായിരുന്നു. എല്ലാ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ വീട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുടുംബത്തിലാണ്. അപ്പൊ ആ ഭഗവാൻ തന്നെയാണ് എന്താണ് തപസ് ചെയ്യാനൊക്കെ പോയി അല്ലെ, ഭക്ഷണമൊന്നും ഇല്ലാതെ, ഒന്നും കഴിക്കാനൊന്നും അവിടെ ഇല്ലാതെ അവിടെ ഇരുന്ന് തപസ് ചെയ്ത് ഒക്കെ പോയത് ഭഗവാൻ ഇല്ലാഞ്ഞിട്ടല്ല, താൻ ആരാണ്, താൻ ആത്മജ്ഞാനം അറിയുന്നതിന് വേണ്ടിയിട്ട്, ആ ബ്രഹ്മതത്വത്തിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ ആ ചൈതന്യത്തിൽ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ചൈതന്യത്തിൽ എന്താണ്, എങ്ങനെയാണ് എത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരുന്ന, ആത്മജ്ഞാനം നമുക്ക് നേടിത്തരുന്ന ഒരു ഉപനിഷത്താണ് ഏതെന്ന് പറയുന്നത്, മാണ്ഡ്യൂക്യോപനിഷത്ത്. അപ്പൊ അത് നമ്മൾ ഇതിലൂടെ പഠിക്കുകയാണ്. പക്ഷെ പഠിച്ചാൽ മാത്രമല്ലല്ലേ, ഭഗവാൻ എന്താ പറഞ്ഞത്, അനുഭവിയാതെ അറിവില്ല. അത് അത് തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അല്ലേ, അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എത്തപ്പെടുകയാണ് ചെയ്യേണ്ടത്. തിയറി നമുക്കിപ്പം ഒരു ഉപനിഷത്ത് പഠിക്കുമ്പോൾ അതിനകത്ത് എന്താണ്, അല്ലെ ആത്മജ്ഞാനം എന്താണ്, അതിലെങ്ങനെയാണ് ആത്മാവിൽ എത്തപ്പെടാൻ പറ്റുന്നത്, അതിന് തുല്യമായ ഒരു പദമാണ് ഓംകാരം. ആത്മാവിന് തുല്യമായ, ആത്മാവ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ നിൽക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഓംകാരം എന്ന് പറയുന്നത്. രണ്ടിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അവിടെ പ്രാണൻ എന്ന് പറയുന്ന ആ ഓംകാര, പ്രാണനല്ല, പ്രാണനും പ്രാണനായിരിക്കുന്നത് അല്ലെ. ഈ പ്രാണൻ പിടിക്കണമെങ്കിലും അതിന് ഒരു ശക്തി വേണം അല്ലെ, നമുക്ക് ശ്വാസം എടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചൈതന്യം, ആ ചൈതന്യം എന്ന് പറയുന്നതും ആത്മാവും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഉപനിഷത്താണ് മാണ്ഡ്യൂക്യോപനിഷത്ത്. അപ്പൊ അതിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയും കൂടുതൽ വ്യാഖ്യാനം വരുന്നത്. അപ്പൊ ഒരാൾ എഴുതുന്ന വ്യാഖ്യാനം ആയിരിക്കില്ല മറ്റൊരാൾ പറയുന്നത്. നമ്മളിപ്പോ തന്നെ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, നമ്മള് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് തന്നെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. അപ്പൊ അതിനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ വ്യാഖ്യാനം വന്നിട്ടും എന്താണതെന്ന് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കാത്തത്. അപ്പൊ നമ്മള് ഇപ്പൊ കർമ്മകാണ്ഡ പ്രകാരമായിട്ട് നമ്മളിപ്പോ ദേവത ആരാധനയിലൂടെ നമ്മൾ ഇവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ജീവിക്കുന്ന നമ്മൾക്ക് അതെന്ന് പറയുന്നത് ആഗ്രഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നമ്മൾ കർമ്മം ചെയ്യുന്നതിന് ആഗ്രഹങ്ങളുണ്ട്. അപ്പം അതിനെ നമുക്ക് സകാമ കർമ്മം എന്ന് പറയാം. മനസ്സിലായില്ലേ, സകാമ കർമ്മം, കാമങ്ങളുണ്ട് അവിടെ. കർമ്മകാണ്ഡം നമ്മൾ അതിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, സകാമ കർമ്മം. പക്ഷെ അതിനും അപ്പുറം പോകുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ജ്ഞാനകാണ്ഡത്തിലേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും, നിഷ്കാമ കർമ്മം. അത് നിഷ്കാമ കർമ്മം എന്ന് വെച്ചാൽ അവിടെ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ, ഒരു ആഗ്രഹവും ഇല്ലാതെ അങ്ങനെ പോകുന്ന ആ ഒരു മാർഗം. അപ്പൊ അതാണ് നിഷ്കാമ കർമ്മം. മറ്റേതെന്ന് പറയുന്നത് സകാമ കർമ്മമായിരിക്കും. നമ്മളൊക്കെ ഇപ്പൊ പോകുന്നത് സകാമ കർമ്മത്തിലൂടെയാണ്. അത് തന്നെയാണ് എന്താണ് പ്രവൃത്തി മാർഗം എന്ന് നമ്മൾ പറയുന്നതും അതിൽ വരുന്നതാണ്. പ്രവൃത്തി മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നേടുന്നു. അത് നമ്മുടെ കർമ്മകാണ്ഡത്തിൽ വരുന്ന വാക്കാണ് പ്രവൃത്തി മാർഗം. അതിന് സമാനമായിട്ട് ജ്ഞാനകാണ്ഡത്തിൽ വരുന്നതാണ് നിവർത്തി മാർഗം. അപ്പൊ പ്രവൃത്തി മാർഗവും ഉണ്ട്, നിവർത്തി മാർഗവും ഉണ്ട്. പറയുമ്പോൾ നമ്മൾ അത് സകാമ കർമ്മങ്ങളായിരിക്കും, അതിന് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ. സത്കാമ കർമ്മം മറ്റേത് എന്താണ്, നിഷ്കാമ കർമ്മമായിരിക്കും. അവിടെ കർമ്മത്തിന് ആഗ്രഹമൊന്നും ഇല്ലാത്തതായിരിക്കും.
ആ ജ്ഞാനകാണ്ഡ പ്രകാരമായിട്ട് പോകും. കർമ്മകാണ്ഡ പ്രകാരമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് സത്കാമ കർമ്മവും മറ്റേതേതാണ് നിഷ്കാമ കർമ്മവുമായിരിക്കും. ഇതെന്ന് പറയുന്നത് പ്രവൃത്തി മാർഗം എന്ന് പറയാം. മറ്റതെന്ന് പറയുന്നത് എന്താണ് നിവർത്തി മാർഗം എന്ന് പറയും. അപ്പൊ നമ്മുടെ ഉപനിഷത്ത് എന്ന് പറയുന്നത് ജ്ഞാനകാണ്ഡം ആണ് എങ്കിലും നിവർത്തി മാർഗം ആണ് എങ്കിലും ഏതാണ് പ്രവൃത്തി മാർഗത്തിലൂടെ നിവർത്തി മാർഗത്തിൽ എത്തുന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രവൃത്തി മാർഗത്തിലൂടെ നിവർത്തി മാർഗത്തിൽ എത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പ്രവൃത്തി മാർഗം ആർക്കുള്ളതാണ് ഗൃഹസ്ഥാശ്രമികൾക്ക്. അപ്പൊ ഗൃഹസ്ഥാശ്രമികൾക്കും അത് എങ്ങനെയാണ് ആ പിന്നെ നിവർത്തി മാർഗത്തിലേക്ക് എത്തപ്പെടാൻ പറ്റുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ജ്ഞാനം അറിവ് തരുന്ന ഒരു ഉപനിഷത്ത് കൂടിയാണ് എന്തെന്ന് പറയുന്നത് മാണ്ഡ്യൂക്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഗൃഹസ്ഥാശ്രമികൾക്കും എന്താണ് അതിലൂടെ എങ്ങനെ നമുക്ക് ആ ആത്മാവിൽ എത്തപ്പെടാം അല്ലെങ്കിൽ ആത്മാവിൽ എത്തപ്പെടുന്നതിനുള്ള ആ തത്വം നമ്മളെ അറിയിച്ചു തരുന്ന ഉപനിഷത്താണ് മാണ്ഡ്യൂക്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ മാണ്ഡ്യൂക്യ ഉണർവ്, പിന്നെ സ്വപ്നം, സുഷുപ്തി, ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിപ്പോ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ തന്നെ അറിയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പിന്നെ സത്കാമ കർമ്മത്തിന് മറ്റൊരു വാക്കും ഇതിനകത്ത് പറയാറുണ്ട്. അത് പറയുന്നത് സഗുണോപാസന എന്നും പറയാറുണ്ട്. സഗുണോപാസന എന്നുവെച്ചാൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഗുണം കിട്ടണം എന്നുള്ളത് വെച്ചിട്ട് സഗുണോപാസന ചെയ്യാറുണ്ട്. സഗുണോപാസന അപ്പം പ്രവൃത്തി മാർഗക്കാർക്കുള്ളത്. ഗൃഹസ്ഥാശ്രമികൾ സഗുണോപാസന. മറ്റവർക്ക് വരുമ്പോ എന്ത് വരും? ആ ജ്ഞാനമാർഗത്തിൽ ഒരു സന്യാസിയൊക്കെ ആകുമ്പോ അവിടെ നിർഗുണോപാസന. സന്യാസി എന്നൊക്കെ പറയുമ്പം ആ ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ അല്ലെ അവര് ചെയ്യുന്നത് എന്താ? ഈ പ്രപഞ്ചം ഇല്ലാത്തതാണ്, ഉള്ളത് ആത്മാവ് മാത്രമാണ്. ഈ പ്രപഞ്ചത്തെ നിരാകരിച്ചുകൊണ്ട് അതിനെ നിഗ്രഹിച്ചുകൊണ്ട് ആണ് അവരെവിടെ എത്തുന്നത്? ആ ആത്മതത്വത്തിൽ എത്തപ്പെടുന്നത്. നമുക്ക് നമ്മളുടെ മുമ്പിലുള്ള പ്രപഞ്ചത്തെ ഒന്നും നമ്മൾ നിരാകരിക്കുന്നില്ല അല്ലെ. നമ്മൾ പ്രവൃത്തി മാർഗത്തിലൂടെ പോകുമ്പോൾ അത് ഉള്ളതാണ് എന്ന് തന്നെയാണ് നമ്മുടെ അറിവ്. അപ്പം ആ ഒരു 2 മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പ്രവൃത്തി മാർഗവും നിവർത്തി മാർഗവും. അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സഗുണോപാസന, നിർഗുണോപാസന. സഗുണോപാസനയിലൂടെ എങ്ങനെ നിർഗുണോപാസനയിൽ എത്തപ്പെടാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉപനിഷത്ത് കൂടിയാണ് എന്തെന്ന് പറയുന്നത് മാണ്ഡ്യൂക്യോപനിഷത്ത് എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് ഭഗവാൻ തൃപ്പാദങ്ങൾ ഒരുപാട് കാര്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം പ്രതിഷ്ഠകള് പിന്നെ അനവധിയായ ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചു തന്നു നമുക്ക് അല്ലെ. ആ അനവധിയായ ദേവീ ദേവന്മാരെ പ്രതിഷ്ഠിച്ചു തന്നപ്പോ ആദ്യം എന്താണ് സഗുണോപാസനയിലൂടെയാണ് നിർഗുണോപാസനയിലോട്ട് പോകാൻ പറഞ്ഞത്. സഗുണോപാസന എന്ന് പറയുമ്പോൾ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് അല്ലെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് പണിഞ്ഞു തന്നത്. ദേവീ ദേവന്മാരുടെ നാമവും രൂപവും ഒക്കെ ഉണ്ടായിരുന്നു. ഗണപതി പേരുണ്ടായിരുന്നു, രൂപമുണ്ടായിരുന്നു അല്ലെ. ഭദ്രകാളിയാണെങ്കിലും രൂപം നാമം ഉണ്ട്. ശിവനാണെങ്കിലും രൂപവും നാമവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. തുടക്കത്തില് നാമരൂപത്തിലൂടെ വന്നുകൊണ്ട് പിന്നെന്താണ് നാമവും ഇല്ല രൂപവും ഇല്ലാത്ത ആ നിർഗുണോപാസനയിലൂടെ നമ്മളെ കൊണ്ടുവരാൻ. ആ നിർഗുണോപാസനയ്ക്കാണ് ഭഗവാൻ എവിടെ അവസാനം ഓംകാര പ്രതിഷ്ഠ തന്നത്. ഓംകാര പ്രതിഷ്ഠയായപ്പോ അവിടെ നാമവും ഇല്ല രൂപവും ഒന്നുമില്ലാത്ത ആ ബ്രഹ്മത്തിന് തുല്യമായ ഈശ്വരന് തുല്യമായ അല്ലെങ്കിൽ ആ ഭഗവാന് ഈ തൃപാദങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആ ഓംകാരത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചു തന്നത്. അപ്പൊ അത് നിർഗുണോപാസനയാണ്. അപ്പൊ സഗുണോപാസനയിലൂടെയാണ് അവിടെയും എന്താണ് നിർഗുണോപാസനയിൽ എത്തുന്നത്. അതുപോലെ തന്നെയാണ് ഭഗവാൻ എന്താണ് നമുക്ക് ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവിടുന്ന് നമുക്ക് ജ്ഞാനം അറിവാണ് കിട്ടുന്നത്. അവിടെയും ഒക്കെ എന്താണ് സഗുണോപാസനയിലൂടെ നിർഗുണോപാസനയിൽ എത്തപ്പെടുന്നതിന് ഭഗവാൻ എല്ലാ ജ്ഞാനാമൃതമായാലും ജീവിതമായാലും ഭഗവാന്റെ ഓരോ പ്രവൃത്തിയായാലും നമ്മളെ ഏതാണ് ഈശ്വരനാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോന്നിലും പറഞ്ഞിട്ടുള്ളത്.
എങ്ങനെ നമ്മളെ ആ ആത്മതത്വത്തിൽ എത്തിച്ച് ഈശ്വരൻ തന്നെയായി മാറുക. അല്ലാതെ ദേവനോ അല്ലെങ്കിൽ ദാനവനോ ആയി മാറി ഇവിടെ കിടക്കാനല്ല, നമ്മളെ ഈശ്വരനാക്കി ഉയർത്തുക എന്നുള്ളതായിരുന്നു ഭഗവാൻ തൃപാദങ്ങളുടെ ആ ലക്ഷ്യം. അത് ഉപനിഷത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. മാണ്ഡുക്യോപനിഷത്തിലൂടെ എങ്ങനെയാണ് ആ ജ്ഞാനമാർഗം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഉപനിഷത്താണ് മാണ്ഡുക്യോപനിഷത്ത്. അതില് നമുക്ക് ആദ്യം വരുന്നതെന്ന് പറയുന്നത് ഒരു എന്താണ്, ശാന്തിപാഠം വരുന്നുണ്ട്. ശാന്തിപാഠം എന്ന് പറയുമ്പോൾ ഓരോ ഓരോ വേദങ്ങൾക്കും വേദത്തിൽ വരുന്ന ഉപനിഷത്തിനും ഓരോ ശാന്തിപാഠങ്ങൾ ഇങ്ങനെയുണ്ട്.